ഗോവിന്ദസ്വാമിയുടെ ജയിൽ ചാട്ടത്തിന് പിന്നാലെ സർക്കാർ നിയോഗിച്ച അന്വേഷണ സമിതി ഉന്നത ജയിൽ ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുത്തു. കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചെന്നും ആവശ്യമായതിലും 1/3 ജീവനക്കാർ മാത്രമേ കണ്ണൂരിലുള്ളൂവെന്നും സമിതിയിലെ അംഗം റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഗോവിന്ദസ്വാമിക്ക് ജയിൽ ചാടാൻ ജയിലിനകത്തുനിന്നും പുറത്തുനിന്നും സഹായം ലഭിച്ചെന്നാണ് പരക്കെ ഉയർന്ന ആക്ഷേപം. എന്നാൽ സർക്കാർ നിയോഗിച്ച റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരും മുൻ DGP ജേക്കബ് പുന്നൂസും ഉൾപ്പെട്ട പ്രത്യേക സമിതി കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തി നടത്തിയ പരിശോധനയ്ക്ക് ശേഷം ഈ ആക്ഷേപം നിഷേധിക്കുകയാണ്. അതേസമയം ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചെന്നാണ് സമിതിയുടെ നിരീക്ഷണം. വെളിയിൽ നിന്നുള്ള ഒരു സഹായം അയാൾക്ക് കിട്ടിയ ലക്ഷണമില്ല. അങ്ങനെ വെളിയിൽ നിന്ന് സഹായം കിട്ടിയിരുന്നെങ്കിൽ അയാൾ ഒരു 3 മണിക്കൂർ ജയിലിനകത്ത് ഇങ്ങനെ അലയേണ്ടി വരില്ലായിരുന്നു. തടവുകാരുടെ എണ്ണത്തിന് ആനുപാതികമായി ജീവനക്കാർ കണ്ണൂർ സെൻട്രൽ ജയിലിലില്ലെന്നും സെല്ലുകളുടെയും മതിലിന്റെയും അവസ്ഥ ദയനീയമാണെന്നും സമിതി വിലയിരുത്തി. ജയിൽ DIG, കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട്, റീജിയണൽ വെൽഫെയർ ഓഫീസർ എന്നിവരുടെ മൊഴിയും അന്വേഷണ സമിതി രേഖപ്പെടുത്തി. സംസ്ഥാനത്തെ മറ്റ് ജയിലുകൾ കൂടി സന്ദർശിച്ചതിന് ശേഷമായിരിക്കും അന്വേഷണ സമിതി സർക്കാരിന് റിപ്പോർട്ട് നൽകുക. അതിനുശേഷം മാത്രമായിരിക്കും സർക്കാരിന്റെ ഭാഗത്തു നിന്നും തുടർ നടപടിയുണ്ടാവുക. റിപ്പോർട്ടർ, കണ്ണൂർ.